Hello friends, welcome back to my channel. ഇന്ന് പ്ലാൻ ക്രാഫ്റ്റ് ആയിട്ടല്ല എത്തിയിരിക്കുന്നത്, ഒരു ഹാങ്ങിങ് ചെയറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു കിടിലം ഹോം ഡെക്കർ നമ്മുടെ വീട്ടിൻ്റെ കോർണറിൽ, നമ്മുടെ റൂമിൻ്റെ കോർണറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹാങ്ങിങ് ചെയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ കോർണറിൽ ഏതെങ്കിലും റൂമിൽ നമുക്കൊരു ഹുക്ക് കാണുമല്ലോ, ആ ഹുക്കിനാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചൂരൽ കസേരയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ പ്ലാസ്റ്റിക് ചെയർ ആണെങ്കിലും മതി, സ്റ്റൂൾ നമ്മൾ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കണക്കൊരു കയർ, അത്യാവശ്യം കട്ടിയുള്ള നല്ല വെയിറ്റ് ഉള്ളവർ ആടിയാലും പൊട്ടാത്ത രീതിയിലുള്ള വലിയ കയറെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മെത്തയാണ്. മെത്ത ഇല്ലാത്തവർ വിഷമിക്കേണ്ട, 2 തലയണ ഉണ്ടെങ്കിൽ അതും മതി. അപ്പം ഈ ഒരു 3 സാധനങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെ കയർ നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുള്ളത് കൊണ്ടാണ് ഞാൻ കെട്ടുന്ന രീതിയും കൂടെ കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പം കയർ ഇതുപോലെ 2 കയർ കുരുക്കിട്ട് കെട്ടിയതിന് ശേഷം വേറൊരു കയർ അതിൻ്റെ കസേരയുടെ ബാക്കിലൂടെ കണക്ട് ചെയ്തിട്ട് ഹാങ് ചെയ്താൽ മതി. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ബെഡ്ഷീറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്, ബെഡ്ഷീറ്റാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം ലെങ്ത് കുറച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കണക്ക് വിരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മേൾഭാഗം ഇതുപോലെ ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിലാക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു സാധനം പോലും ഇതിനകത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്നില്ല, എല്ലാം സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ആ ഒരു കെട്ട് കാണുന്നില്ലേ, ആ കെട്ടിൽ നമുക്ക് ബാക്കി തുണി ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ 2 പീസ് തുണിയാണ് എടുത്തേക്കുന്നത്. ബെഡ്ഷീറ്റ് ആണെങ്കിൽ 2 ബെഡ്ഷീറ്റ് തന്നെ വേണം. അപ്പോൾ ഈ രണ്ടാമത്തെ തുണി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇത് വെക്കുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ലുക്ക് വരും. അപ്പം ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ വളരെ ഈസിയാണ്. അല്ലാത്ത സമയങ്ങളിൽ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇടാം. ഇത് ഓപ്പൺ ചെയ്തിടാനും ഈസിയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ സംഭവം പക്ക സൂപ്പറാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിലൊരു ഹാങ്ങിങ് ചെയർ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റുള്ള സാധനമാണ്. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ അഭിരുചിക്കനുസരിച്ച് ഇതിനകത്ത് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഞാൻ ആ കെട്ട് കാണാതിരിക്കാൻ ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, ഇതാണ് കോർണറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ. അതിനകത്തെ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ബെഡ്ഷീറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചൂട് കുറഞ്ഞിട്ടും അതിനകത്ത് ചൂടുള്ള സമയത്ത് നമുക്കിത് പുറത്തേക്ക് മാറ്റാനും എളുപ്പം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് ഇരുന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം, അല്ലാതിരിക്കണമെങ്കിൽ ഇരിക്കാം. അപ്പം വേറൊരു ഫീല് തന്നെയാണിത്. കണ്ടില്ല, ഇതുപോലെ നമുക്ക് തുണി ബാക്കിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മുടെ റൂമിന് തന്നെ ഒരു വേറെ ലെവലാക്കി മാറ്റാൻ പറ്റും.